അറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. ക്രിസ്തു ഒന്നിനും നമ്മെ നിർബന്ധിക്കുന്നില്ല. നാം നൽകുന്നത് അവിടുന്ന് സ്വീകരിക്കുന്നു. നാം പൂർണ്ണമായി അവിടുത്തേക്ക് സമർപ്പിക്കുന്നുണ്ടെന്ന് കാണാതെ അവിടുന്ന് തന്നെ തന്നെ നമുക്ക് നൽകുന്നില്ല. ആവിലായിലെ വിശുദ്ധ ത്രേസ്യ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശു നമുക്ക് തന്ന അമൂല്യദാനമായ വിശുദ്ധ കുർബാനയെ ജീവിതത്തിൽ അനുഭവബോധ്യമാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കുർബാന എന്ന മഹാരഹസ്യത്തെ അനുഭവിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ദിവ്യരഹസ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവപരമായി തീരുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ യേശു നമ്മളെ ക്ഷണിക്കുക അവൻ ചെയ്തതൊക്കെ ചെയ്യുവാനായിട്ടാണ്. നമ്മെ യേശുവിനോടൊപ്പം ചേർക്കാൻ, അവിടുത്തെ ബലിയിൽ പങ്കുകാരാക്കുവാനായിട്ടാണ് യേശു ഈ കുർബാന സ്ഥാപിച്ചത്. യേശു കാൽവരിയിൽ ചെയ്തതൊക്കെയും ഇന്ന് കുർബാനയിൽ നാം അവിടുത്തോടു കൂടെ ചെയ്യുകയാണ്. കാൽവരിയുടെ ബലിയുടെ വലിയ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. യേശു പരമപിതാവിന് അർപ്പിച്ച ഏറ്റവും സ്വീകാര്യമായ ബലി, കാൽവരിയിലെ ബലി, അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബലിയുടെ ബലി അർപ്പകനും ബലി വസ്തുവും ഒരേ വ്യക്തി തന്നെയായിരുന്നുവെന്നാണ്. യഹൂദ പുരോഹിതന്മാരെ പോലെ എന്തെങ്കിലും കാഴ്ചകളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചവനല്ല യേശു. മറിച്ച് അവന് സമർപ്പിക്കുവാനുണ്ടായിരുന്നത് തൻ്റെ തന്നെ ശരീരമാണ്. നിർമ്മലമായൊരു ശരീരമാണ് യേശു പിതാവിന് സമർപ്പിച്ചത്. തന്നെ തന്നെ പൂർണ്ണമായിട്ട് അവിടുന്ന് സമർപ്പിച്ചു. ഈ സമർപ്പണത്തിലേക്കാണ് നമ്മളെ ഈശോ വിളിക്കുന്നത്. ഈ വിളിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബലി അർപ്പിക്കുവാനുള്ള വിളി മാത്രമല്ല, ബലി വസ്തുവാകാനുള്ള വിളി. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും യേശുവിൻ്റെ ഈ ആഗ്രഹത്തെയും ഈ വിളിയെയും നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. എവിടെയെങ്കിലും നിന്ന്, പള്ളിയിൽ എവിടെയെങ്കിലും നിന്ന് ബലിയർപ്പണം കാണുവാൻ വന്നവരല്ല നമ്മൾ. മറിച്ച് യേശു ചെയ്തതുപോലെ യേശുവിനോടൊപ്പം ചേർന്ന് ബലി അർപ്പകരും ബലി വസ്തുക്കളുമാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. കുർബാനയുടെ ഈ ഭാവത്തെ വളരെയേറെ നമുക്ക് മനസ്സിലാക്കി തന്നത് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളനാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു, ഓരോ കുർബാനയിലും നാം യേശുവിനോടൊപ്പം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ശരീരമെന്ന് പറയുന്നത് നമ്മുടെയും കൂടെ ശരീരമായി തീരുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യം വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഉൾച്ചേരുന്നതാണ് എന്നുള്ള വലിയ വസ്തുത കുർബാനയിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മൾ ചേരുക? എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് നമ്മൾ ഒന്നായിത്തീരുക? അത് ഏറ്റവും കൂടുതൽ വ്യക്തമായി നമ്മൾ കാണുന്നത് കാൽവരിയിലാണ് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പഠിപ്പിക്കുന്നു. കാൽവരിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് യേശുവിൻ്റെ ശരീരത്തോട് നാം ചേർക്കപ്പെട്ടത്.
സഭ എന്ന് പറയുന്നത് കാൽവരിയിൽ ക്രിസ്തുവിൻ്റെ ബലിയിൽ നിന്ന് സ്വീകരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ബലിയോട് ചേരാൻ ഇന്ന് സഭയ്ക്ക് ഭാഗ്യം ലഭിക്കുക ഓരോ കുർബാന അർപ്പണത്തിലൂടെയുമാണ്. ഈ കുർബാന അർപ്പണത്തിലെ കാഴ്ച സമർപ്പണം ഈ അർത്ഥത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പത്തിൻ്റെയും മീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മൾ സമർപ്പിക്കുക യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ്. നമ്മളുടെ ആത്മസമർപ്പണത്തിൻ്റെ അടയാളമാണ് നമ്മൾ കാഴ്ചയർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും. ഈ അപ്പവും വീഞ്ഞുമാണ് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറ്റപ്പെടുക. അപ്പോൾ കുർബാനയിൽ വലിയൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടക്കുകയാണ്. അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ഞാൻ എന്നെ തന്നെ യേശുവിൻ്റെ കരങ്ങൾ വഴി പിതാവിന് സമർപ്പിക്കുമ്പോൾ എൻ്റെ ഈ ആത്മസമർപ്പണത്തെ സ്വീകരിക്കുന്ന പിതാവായ ദൈവം ആ അപ്പത്തെയും വീഞ്ഞിനെയും യേശുവിൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റി എനിക്ക് തിരിച്ചു നൽകുകയാണ്. ഞാൻ എൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായ അപ്പവും വീഞ്ഞും തന്നെ യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവ്യരഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രം മനസ്സിലാകുന്ന ഒരു വലിയ അത്ഭുതമാണ്. കുർബാനയിൽ നടക്കുന്ന ഈ അത്ഭുതത്തെ നമ്മൾ കണ്ടേ പറ്റൂ. വെറുതെ കാഴ്ചക്കാരായിട്ട് നിന്നുകൊണ്ടല്ല, അനുഭവപരമായിട്ട് ഈ കാഴ്ച സമർപ്പണത്തിൽ പങ്കെടുത്ത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സമയം. ഈ കാഴ്ച സമർപ്പണം എൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളം വൈദികൻ കരങ്ങളിലെടുത്ത് പിതാവിന് സമർപ്പിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തോട്, യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ഞാനും ചേർക്കപ്പെടുന്ന അത്ഭുതകരമായ നിമിഷമാണത്. യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ഞാൻ ചേർക്കപ്പെടുന്ന നിമിഷം. യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ചേർത്ത് ഞാനും എന്നെ തന്നെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന നിമിഷം. സീറോ മലബാർ കുർബാനയിലെ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥന ഓർമ്മിക്കുന്നത് നല്ലതാണ്. അപ്പവും വീഞ്ഞും ഒരുക്കിയതിനു ശേഷം ദൈവജനത്തെ ഉയർത്തി കാണിച്ചിട്ട് ബലിപീഠത്തിൽ വന്ന് കൈകൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് കാസയും പീലാസയും ഉയർത്തിയിട്ട് പുരോഹിതൻ ഇപ്രകാരം പ്രാർത്ഥിക്കും: നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും നമ്മുടെ ശ്രദ്ധയെ സഭ ക്ഷണിക്കുന്നതും യേശുവിൻ്റെ കുരിശ് മരണത്തെ ഓർക്കുവാനായിട്ടാണ്. അതുകൊണ്ടാണ് പുരോഹിതൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്: നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ ഈ കുർബാന സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കുരിശിലെ ബലിയോട് എന്നെ തന്നെ ഒരുമിപ്പിക്കാൻ, ഒന്നിപ്പിക്കാൻ എനിക്ക് കിട്ടുന്ന അമൂല്യമായ നിമിഷങ്ങളിലൊന്നാണത്. ഈ അപ്പവും വീഞ്ഞും എൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമായി കഴിയുമ്പോൾ ആ അപ്പവും വീഞ്ഞും ഉയർത്തിയിട്ടാണ് പുരോഹിതൻ യേശുവിൻ്റെ കയ്യിലേക്ക് എന്നെ തന്നെ കൊടുക്കുന്നത്. ആ ബലിയോട് ഞാൻ ചേരുന്ന നിമിഷമാണ്, യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ചേരുന്ന നിമിഷം. അപ്പോൾ യേശുവിൻ്റെ വചനം നമുക്ക് മറക്കാതിരിക്കാം: ഞാൻ ചെയ്തത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യണം. കുരിശിലെ ബലി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മൾ മറന്നു പോകരുത്. ഞാൻ മരിച്ചതുപോലെ മരിക്കാൻ, ഞാൻ പിതാവിനെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ, ഞാൻ കൊടുത്തതുപോലെ കൊടുക്കാൻ നിനക്കും സാധിക്കണം എന്നാണ് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുക. കുരിശിലെ ഈ ബലിയോട് ചേരാതെ വെറുതെ കുർബാനയിൽ കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കുമ്പോൾ യേശുവിൻ്റെ കൽപ്പന നമ്മൾ പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ബലിവസ്തുവായി തീരുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് ആ നിമിഷമാണ്. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഈ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ കഴിയുമ്പോൾ, ഈ സമർപ്പണമില്ലാത്ത ഏത് കുർബാനയും തമ്പുരാൻ്റെ കൽപ്പനയ്ക്കയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാകുന്നില്ല. ഈ ആത്മസമർപ്പണമില്ലാത്ത ഒരു കുർബാനയും തമ്പുരാൻ പ്രതീക്ഷിക്കുന്നുമില്ല. മലാക്കിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 10-11 തിരുവചനങ്ങളിൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു: നിങ്ങളുടെ ബലിപീഠത്തിലെ ബലിയർപ്പണം എനിക്ക് വേണ്ട. നിങ്ങളെൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായിട്ട് തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു.
സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും വിശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ബലി വേണ്ട എന്ന് യഹോവ പ്രവാചകനിലൂടെ അരുളി ചെയ്തതിൻ്റെ കാരണം വിശുദ്ധമായത് അർപ്പിക്കാൻ, തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ അടയാളമായിട്ട് ബലിയർപ്പിക്കുവാൻ ഇസ്രായേൽ ജനത മറന്നുപോയി എന്നതുകൊണ്ട്, തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് മോശയുടെ നിയമപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ദൈവത്തിന് കാഴ്ച സമർപ്പിക്കേണ്ടത്. പക്ഷേ ഇസ്രായേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ശ്രേഷ്ഠമല്ലാതിരുന്ന കാഴ്ചവസ്തുക്കൾ തമ്പുരാന് കൊടുത്തപ്പോൾ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, എനിക്ക് നിങ്ങളുടെ കാഴ്ചകളിൽ പ്രീതിയില്ല, എനിക്ക് നിങ്ങളുടെ കാഴ്ചകളിൽ പ്രീതിയില്ല. കാരണം അത് നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ അടയാളമല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിരുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ആത്മസമർപ്പണമില്ലാത്ത ഒരു ബലിയർപ്പണവും ഒരു കാഴ്ച സമർപ്പണവും തമ്പുരാൻ്റെ മുമ്പിൽ സ്വീകാര്യമല്ല. പക്ഷേ മലാഖി പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം മഹത്തരമായതുകൊണ്ട് വിശുദ്ധമായ കാഴ്ചകൾ അർപ്പിക്കപ്പെടും. സഭാപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഇന്നുവരെ സഭ വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശുദ്ധമായ കാഴ്ചയർപ്പണത്തെക്കുറിച്ച് മലാക്കി പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് വരുവാനിരിക്കുന്ന കുർബാനയെക്കുറിച്ചായിരുന്നു. വിശുദ്ധമായ കാഴ്ചയർപ്പണം ഈ കുർബാനയിലാണ് നമ്മൾ കാണുന്നത്. കാരണം അവിടുത്തെ ബലിവസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതേറ്റവും ശ്രേഷ്ഠമാണ്, പരിശുദ്ധമാണ്. യഹൂദ പുരോഹിതരും യഹൂദ ജനവും ആചരിച്ചതുപോലെയല്ല, സമർപ്പിച്ചതുപോലെയല്ല യേശു സമർപ്പിച്ചത്. യേശുവിന് കൊടുക്കാനുണ്ടായിരുന്നത് നിർമ്മലമായ തൻ്റെ ശരീരം തന്നെയായിരുന്നു, തൻ്റെ ജീവിതം തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും നമ്മളെ തമ്പുരാൻ ക്ഷണിക്കുക ഈ ആത്മസമർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. ഈ ബലി ഈ അപ്പത്തോടും വീഞ്ഞിനോടും ചേർന്ന് എന്നെ പൂർണ്ണമായിട്ട് തമ്പുരാന് സമർപ്പിക്കാൻ, യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ചേർത്ത് വയ്ക്കാൻ ഉള്ള ക്ഷണമാണ് ഓരോ കുർബാനയും നമുക്ക് തരിക. അവിടെയാണ് ഞാനും യേശുവും ഒന്നായിത്തീരുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത്, ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരം എന്നതുപോലെ എൻ്റെയും ശരീരമായി തീരുന്ന നിമിഷങ്ങളാണ് കുർബാനയുടെ നിമിഷം. അതുകൊണ്ടാണ് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നത്, കുർബാനയിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം ഈ അപ്പവും വീഞ്ഞും നിങ്ങളുടെ സമർപ്പണമാണ്, നിങ്ങളുടെ ജീവിതമാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരമാക്കി ദൈവം നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നതോടൊപ്പം ഞാൻ എൻ്റെ സഹോദരങ്ങളെയും കൂടെ എൻ്റെ സഭയെയും കൂടെ സ്വീകരിക്കുന്നു എന്നുള്ള വലിയ അത്ഭുതകരമായ വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. കുർബാന സ്വീകരണത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ മാത്രമല്ല ഞാൻ സ്വീകരിക്കുക, ഇത് സഭയുടെ ശരീരമാണ്. ഈ എൻ്റെ കൂടെ കുർബാന അർപ്പിക്കുന്ന എല്ലാവരുടെയും ആത്മസമർപ്പണമാണ്, അവരുടെ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ അടയാളമാണ് ഈ അപ്പവും വീഞ്ഞും. അപ്പോൾ ഞാൻ ഈ അപ്പവും വീഞ്ഞും സ്വീകരിക്കുമ്പം യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടൊപ്പം എൻ്റെ സഹോദരങ്ങളെയും സ്വീകരിക്കുന്നു എന്നുള്ള വലിയ കാഴ്ചപ്പാട് തന്ന മഹാവിശുദ്ധനാണ് വിശുദ്ധ അഗസ്തീനോസ്. അപ്പം പരസ്നേഹം കൂടാതെ, മറ്റുള്ളവനെ സ്വീകരിക്കാതെ എനിക്ക് യേശുവിനെ സ്വീകരിക്കാനായിട്ട് പറ്റില്ല. മറ്റുള്ളവനെ സ്വീകരിക്കാതെ എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റില്ല. കുർബാനയിൽ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശരീരരക്തങ്ങളോടൊപ്പം തന്നെ പ്രതീകാത്മകമായിട്ടുള്ള സഭയുടെ ശരീരത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. ഓരോ കുർബാന അർപ്പണത്തിലും ബോധപൂർവം നമ്മെ തന്നെ സമർപ്പിക്കാൻ. അപ്പവും വീഞ്ഞും എൻ്റെ കാഴ്ച സമർപ്പണത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കുർബാനയിൽ കാഴ്ച സമർപ്പണത്തിൽ ഒരുപക്ഷെ മറ്റു വസ്തുക്കൾ സമർപ്പിക്കുന്നത് ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ലൂടെയും നമ്മൾ നടത്തുന്ന കാഴ്ച സമർപ്പണത്തെ അനുസ്മരിപ്പിക്കാനായിട്ടാണ്. യഥാർത്ഥത്തിൽ ദൈവജനം കാഴ്ചയർപ്പിക്കേണ്ടത് അപ്പവും വീഞ്ഞുമാണ്. അപ്പവും വീഞ്ഞും എൻ്റെ ശരീരരക്തങ്ങളായി മാറേണ്ട ഈ അപ്പവും വീഞ്ഞതിനെയാണ് ഞാൻ തമ്പുരാൻ്റെ അൾത്താരയിലേക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അൾത്താരയിലിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരത്തോടൊപ്പം തന്നെ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ശരീരത്തിൻ്റെ അടയാളമാണ് എന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. ഈ കുർബാനയുടെ വലിയ രഹസ്യം മനസ്സിലാക്കേണ്ട, വലിയ രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് ദിവ്യ രഹസ്യമാണ് എന്ന് പറയുക. ഇത് ദിവ്യ രഹസ്യമാണ്. മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത്, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം കാണാനായിട്ട് പറ്റുന്നത്. കുർബാനയെക്കുറിച്ച് സഭ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇത് വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്.
വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന രഹസ്യം. ഈ രഹസ്യത്തെ കൂടുതൽ അനുഭവവേദ്യമാക്കാൻ തമ്പുരാൻ്റെ കൃപ നമുക്ക് ചോദിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ഓരോ കുർബാനയിലും എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും കൊടുക്കാൻ. പിന്നീട് ഈ അപ്പവും വീഞ്ഞും അച്ഛൻ്റെ കരങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് കാണുമ്പം ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമുക്കൊരിക്കലും കാഴ്ചക്കാരായിട്ട് കുർബാനയിൽ നിൽക്കാൻ പറ്റില്ല. എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാതെ, അതും അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ബോധപൂർവം സമർപ്പിക്കാതെ എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. ഇനി യേശുവിൻ്റെ വാക്കുകൾ വൈദികൻ പറയുമ്പോൾ അതെൻ്റെയും വാക്കുകളായി മാറുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാകുന്നുവെന്ന് യേശു പറഞ്ഞ വാക്കുകൾ ഈ അപ്പവും വീഞ്ഞുമെടുത്ത് പുരോഹിതൻ ആവർത്തിക്കുമ്പോൾ അതെൻ്റെയും കൂടെ വാക്കുകളാണ്. കാരണം ഈ അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് എൻ്റെ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. ഞാൻ പറയുന്ന കാര്യം, ഞാൻ പറയേണ്ട കാര്യം, സഭ പറയേണ്ട കാര്യം, യേശു പറഞ്ഞ കാര്യം പുരോഹിതൻ എനിക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും ആവർത്തിക്കുന്ന നിമിഷം. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭയുടെ നാമത്തിലും ക്രിസ്തുവിൻ്റെ നാമത്തിലും പുരോഹിതൻ പറയുന്ന വാക്കുകളാണവ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണ്. പ്രിയമുള്ളവരെ, ബോധപൂർവം അത് പറയണമെങ്കിൽ, അനുഭവത്തോടെ പറയണമെങ്കിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും സമർപ്പിക്കണം. തമ്പുരാൻ നമുക്ക് വലിയ കൃപ തരട്ടെ. ഓരോ കുർബാനയും ബലി അർപ്പകൻ മാത്രമാകാനുള്ള വിളിയല്ല നമുക്ക് തന്നിരിക്കുന്നത്, ബലി വസ്തുവാകാനുള്ള വിളിയും കൂടെയാണ്. നമ്മളെ ഓരോരുത്തരെയും സഭയോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയോട് ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ കുരിശിലെ ബലി നമ്മുടേതുമാക്കി നമുക്ക് തീർക്കാം. യേശു നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകമെങ്ങുമുള്ള അൾത്താരകൾക്കരികിലെ സക്രാരികളിൽ ഇന്നും സജീവനായി ജീവിക്കുന്ന ഈശോ തൻ്റെ തിരുവോസ്തിയിലെ സാന്നിധ്യത്തെ സംശയത്തിൻ്റെയും യുക്തിയുടെയും കണ്ണുകൾ കൊണ്ടു നോക്കുന്ന മനുഷ്യർക്കു വേണ്ടി ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ ഈ സാന്നിധ്യം ഇന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ മഹനീയത നമുക്ക് മനസ്സിലാകുവാനും അവിടുത്തെ അൾത്താരയിലേക്ക് ചേർന്ന് നിൽക്കുവാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഫ്രാൻസിലെ അവിഞ്ഞോണിൽ നടന്ന ദിവ്യകാരുണ്യാത്ഭുതം. അവിഞ്ഞോൺ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത് ചരിത്രപരമായ വസ്തുതകളേക്കാൾ ഉപരിയായി ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തോടുകൂടിയാണ്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി അത്ഭുതം നടന്ന വർഷത്തിനും 217 വർഷങ്ങൾ പിന്നിലേക്ക് പോയി 1226 നടന്ന സംഭവങ്ങളെക്കുറിച്ച് കുറച്ചറിയേണ്ടിയിരിക്കുന്നു. യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഫ്രാൻസിന്റെ തെക്കൻ പ്രദേശത്തുള്ള ആൽബി എന്ന നഗരത്തിൽ രൂപം കൊണ്ട ആൽബിജൻസിയൻ പാഷണ്ഡതയുടെ പിടിയിലമർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ പാഷണ്ഡത അതിവേഗം പടർന്നു പിടിച്ചു. എങ്കിലും 11ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് ഇതിനെ ഫലപ്രദമായി നേരിടുവാൻ സാധിച്ചു. അതിനുശേഷവും അതിന്റെ കളകൾ അങ്ങിങ്ങായി മുളച്ചു വന്നിരുന്നു. കൂദാശകളെയെല്ലാം അർത്ഥശൂന്യമെന്ന് വിശേഷിപ്പിച്ച് അവയെ നിരുപാധികം നിഷേധിച്ചിരുന്ന ആൽബിജൻസിയൻ പാഷണ്ഡതയെ നേരിടുന്നതിനു വേണ്ടിയാണ് ലൂയി 8 രാജാവ് ഈ ദേവാലയം പണികഴിപ്പിച്ചത്. ദിവ്യകാരുണ്യ ആരാധനയ്ക്കു വേണ്ടിയുള്ള ഈ ദേവാലയം നിർമ്മിക്കുന്നതിലൂടെ കൂദാശകൾക്കെതിരെയുള്ള ആക്രമണം ഫലപ്രദമായി നേരിടാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ധാരാളം പേർ ഇവിടെ വന്ന് ഈശോയെ ആരാധിക്കുന്നതിന് ഇത് കാരണമായി. ഇന്ന് അമേരിക്കയിലും റോമിലും പല ദേവാലയങ്ങളിലും നിത്യാരാധനകൾ നടക്കുന്നതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ഫലപ്രദമായി സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. ആൽബിജൻസിയൻ പാഷണ്ഡത ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞുപോയ ഒന്നല്ല. ക്രിസ്തീയതയും പേഗണിസവും തമ്മിൽ ഒന്നുചേർന്നാണ് ഈ പാഷണ്ഡത രൂപപ്പെട്ടത്. കൂദാശകളെ ഓരോന്നായി തള്ളി പറയുന്നതിന് ഇത് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ആത്മഹത്യ സാധാരണ സംഭവമായി മാറി. കാരണം
വിജാതിയർക്കുണ്ടായിരുന്ന മാമോദീസയുമായി സാമ്യമുള്ള ഒരു ആരാധനാ രീതിയുടെ പരിണിത ഫലമായിരുന്നു അത്. അങ്ങനെ കൂദാശകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനാവാതെ വിശ്വാസികൾ കുഴങ്ങി. അതിന്റെ ഫലമായി കൂദാശകൾ തികച്ചും വിജാതീയമെന്ന മുദ്ര കുത്തപ്പെട്ട് ഒഴിവാക്കപ്പെടേണ്ട ഒന്നായി മാറി. ഇതായിരുന്നു ആൽബിജൻസിയൻ പാഷണ്ഡതയുടെ സ്വാധീനം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുന്നത് തികച്ചും ഒരു വെല്ലുവിളിയായിരുന്നു. 1430കളിൽ കൂദാശകളെക്കുറിച്ചുള്ള യഥാർത്ഥ പഠനങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു പരിധിവരെ ഈ പാഷണ്ഡത കെട്ടടങ്ങി. എങ്കിലും സഭയിൽ വിഭജനങ്ങളും ഭിന്നതകളും ഉയർന്നു വന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണം 16-ാം നൂറ്റാണ്ടിൽ സഭയുടെ മുഖത്തിന് മങ്ങലേൽപ്പിച്ചപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൂദാശകളെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളുമായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് ഇവിടെ ശ്രദ്ധേയമായ വസ്തുതയാണ്. ഫ്രാൻസിലെ ചില പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത് സാധാരണമായിരുന്നെങ്കിലും അതിന് വിപരീതമായി 1433-ൽ അവിഞ്ഞോണിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. സകല സ്ഥലങ്ങളും ജലത്താൽ മൂടപ്പെട്ടു. എല്ലാവരും ദിവ്യകാരുണ്യ സവിധത്തിലേക്കാണ് രക്ഷയ്ക്കായി എത്തിയത്. ചാപ്പലിന് ചുറ്റും വെള്ളമായിരുന്നതിനാൽ ബോട്ടിൽ ഒരു ദിവസം 2 ദിവ്യകാരുണ്യ ഭക്തർ ചാപ്പലിലെത്തി. അവിടെ അവർ വലിയൊരു അത്ഭുതം ദർശിച്ചു. ചെങ്കടൽ വിഭജിച്ചതുപോലെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ജലഭിത്തികൾ രൂപപ്പെട്ടിരിക്കുന്നു. വെള്ളം അവിടുത്തെ മുൻപിൽ ബഹുമാനത്തോടെ അകന്നു നിൽക്കുന്നതുപോലെ. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. 2 പേരെ കൂടി വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഉണങ്ങിയ നിലത്തുകൂടി ദിവ്യകാരുണ്യനാഥന്റെ അടുത്തെത്തി തിരുവോസ്തിയെ വണങ്ങുവാൻ അവർക്ക് സാധിച്ചു. അതിനുശേഷം എല്ലാ വർഷവും ഈ സംഭവങ്ങൾ അവിഞ്ഞോണിൽ നാടകരൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അവിടുന്ന് വീണ്ടും തന്റെ വാഗ്ദാനം പാലിച്ചതിന്റെ അടയാളമായിരുന്നു ഇത്. ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയവൻ നമ്മോട് കൂടെയുണ്ടാവും. അവിടുന്ന് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. 550 വർഷങ്ങൾക്ക് മുൻപ് ഈ ചാപ്പലിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ദിവ്യകാരുണ്യനാഥന്റെ സജീവ സാന്നിധ്യമുള്ള തിരുവോസ്തി വലിയ ജലപ്രളയമുണ്ടായപ്പോൾ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുകയുണ്ടായി. ദിവ്യകാരുണ്യത്തിൽ നിന്നകന്ന് വലിയ ഒരു പർവ്വതം പോലെ ജലം മാറി നിന്നത് ഇവിടെ വച്ചാണ്. ഗലീലി കടലിൽ വച്ച് ശിഷ്യന്മാരും യേശുവും സഞ്ചരിച്ചിരുന്ന വള്ളത്തിനു മുകളിലേക്ക് തിരമാലകൾ ഉയർന്നു പൊങ്ങി. ഉറക്കത്തിലായിരുന്ന ഗുരുവിനെ വിളിച്ചുണർത്തി അവർ പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അവിടുന്ന് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം? ഇതുതന്നെയാണ് അവിഞ്ഞോണിൽ നടന്ന അത്ഭുതത്തിലും സംഭവിച്ചത്. അവിടുന്ന് തന്റെ മുറിവേറ്റ കരങ്ങൾ ഉയർത്തി ജലപ്രളയത്തോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. എന്റെ ഭവനത്തിനു നേരെ ആഞ്ഞടിക്കാൻ ആരാണ് നിന്നെ അവകാശപ്പെടുത്തിയത്? ശിഷ്യന്മാർക്ക് സാധിച്ചതുപോലെ നാമും ദൈവത്തിന്റെ ശക്തി ദർശിച്ചിരിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലെത്തിയാൽ അവിടുന്ന് വീണ്ടും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിത, ഈ കിടാവിളക്കിൻ്റെ അരികിലിരുന്ന് ഒരു നുറുങ്ങിച്ചിന്ത കൂടി പങ്കുവെച്ച് നമുക്ക് പിരിയാം. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറഞ്ഞിരിക്കാനാകുന്ന ഇടം എവിടെയാണ്? ആകാശത്തിൻ്റെ അനന്തതയാണോ? സമുദ്രത്തിൻ്റെ അഗാധതയാണോ? ഏറ്റവും ഉയരമുള്ള പർവ്വതത്തിൻ്റെ ഉച്ചയാണോ? ഞാൻ പറയും, ഇവയൊന്നുമല്ല. ആരുമൊരിക്കലും പ്രതീക്ഷിക്കാത്ത മറഞ്ഞിരിക്കാനാകുന്ന ഇടം മനുഷ്യഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്? സ്വർഗം പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ
വിശാലമായൊരർത്ഥത്തിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ഉയർത്തു. 40 ദിവസം ശിഷ്യരോടൊപ്പം ഉണ്ടായി അവരെ ബലപ്പെടുത്താൻ. ഒടുവിൽ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയമായപ്പോൾ ഒരു ശിഷ്യൻ അവനോടിങ്ങനെ സങ്കടം പറഞ്ഞേക്കാം. എൻ്റെ ഗുരു, നിനക്കൊരു സ്വപ്നം കൂടി ബാക്കിയില്ലേ? ഈ ഭൂമിയുടെ അതിർത്തിയോളം നിൻ്റെ രാജ്യം വ്യാപിപ്പിക്കാൻ നീ ആഗ്രഹിച്ചില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് നീ മറഞ്ഞു പോകുന്നത്? വരിക, നിന്നെ മുറിപ്പെടുത്തിയവരുടെ മുമ്പിലേക്ക് നമുക്ക് പോകാം. നീ നിൻ്റെ അത്ഭുതങ്ങൾ വീണ്ടും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണം. നിൻ്റെ വചനം വീണ്ടും നീ അവരുടെ മുമ്പിൽ ആവർത്തിക്കണം. മരിച്ചവൻ മടങ്ങി വന്നെന്ന് കാണുമ്പോൾ അവർ അനുദപിക്കും. ഒരു ദിവസം കൊണ്ട് ഈ സ്വർഗം ഈ ഭൂമിയുടെ അതിർത്തിയോളം വ്യാപിക്കപ്പെടും. സ്നേഹത്തോടെ അപ്പോൾ ക്രിസ്തു അവരോട് പറഞ്ഞു, എനിക്കതിനേക്കാൾ സുന്ദരമായൊരു സ്വപ്നമുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിലും അത്ഭുതം ചെയ്തു, വചനം പ്രഘോഷിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നെ ഒറ്റിക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു, സംശയിച്ചു. കാരണം ഇവയൊക്കെ ഞാൻ പ്രവർത്തിച്ചത് നിങ്ങളുടെ മുമ്പിൽ വെച്ച. എനിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. അതിനുശേഷം ക്രിസ്തു സ്വർഗത്തിലേക്ക് ഉയർത്തു. അത് ആകാശങ്ങളുടെ മുകളിലേക്കല്ല, നമ്മുടെ ഉള്ളിലേക്ക്. ഉള്ളിൽ സ്വർഗമുണ്ട്. അതുകൊണ്ടാണ് തോമസ് ഹാർഡി ഇങ്ങനെ പറഞ്ഞത്, മതത്തിൻ്റെ പ്രഥമ കടമ മനുഷ്യരെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നതല്ല, സ്വർഗം മനുഷ്യർക്കുള്ളിലേക്ക് എത്തിക്കുക എന്നതാണ്. അനുദിന ബലിയിൽ നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം നമുക്കുള്ളിലുണ്ടെന്ന്, സ്വർഗം നമുക്കുള്ളിലുണ്ടെന്ന്. എൻ്റെ ഉള്ളിലുള്ള സ്വർഗത്തെ ഓർമ്മിച്ചുകൊണ്ട് ഈ കിടാവിളക്കിൻ്റെ അരികിലിരുന്നു കൊണ്ട്, ദിവ്യകാരുണ്യനാഥ, നിനക്ക് ഞങ്ങളുടെ പ്രണാമം. ആരാധന ആരാധന ദൈവപിതാവേ ആരാധന 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 ദൈവപിതാവേ ആരാധന യേശു മഹേശ ആരാധന ആത്മസ്വരൂപ